ഹായ് ഓൾ വെൽക്കം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പേരാണല്ലേ ഷാജിദ ഷാജി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെയും കണ്ട ഷാജിദ ഷാജി അല്ല കേട്ടോ, ഒറിജിനൽ ഷാജിദ ഷാജി ആയിരുന്നത്. ഷാജി എന്ന് പറയുന്ന പേര് ഞാനിനി പറയുന്നില്ല, കാരണം ഇപ്പോൾ അവർ മറ്റാരെയോ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജിദ എന്ന് മാത്രമേ ഞാനിനി പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഷാജിദയാണ് ഒറിജിനൽ ഷാജിദ എന്ന് അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഈ കേരളത്തിലൊന്നും ജനിക്കേണ്ട ഒരു സ്ത്രീയല്ല കേട്ടോ, അവർ വല്ല അമേരിക്കയിലോ മറ്റോ ജനിക്കേണ്ട ഒരു സ്ത്രീയാണ്. കാരണം അവരുടെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ലിവിങ് ടുഗെദറിനെ കുറിച്ചൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളി സ്ത്രീകൾ അയ്യോ എന്ന് പറഞ്ഞ് കഷ്ടം വെച്ച് ഇരുന്നു പോകും. നമ്മളൊക്കെ എന്ത് മണ്ടികളാണല്ലേ, നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് കേട്ടോ ഈ ഷാജിദ എന്ന് പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒരു 26കാരനായ ഒരു പയ്യനെയാണ് കേട്ടോ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവർക്ക് 32 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ആൻറ്റിമാരെയാണ് താല്പര്യം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരു 32 വയസ്സായ സ്ത്രീയാണ് ഇവർ, 5 മക്കളും ഉണ്ട്. എന്നാലും എനിക്കുമുണ്ട് വികാരങ്ങൾ. എനിക്ക് ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അവരിപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചത്. 1 വർഷം പോലും അവർക്ക് ഈ കാര്യങ്ങളൊന്നും അടക്കി പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല. ഇത് തുറന്നടിച്ച് പറയാണ് ഇവർ. അപ്പം ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ വികാരമില്ലാത്ത സ്ത്രീകളൊന്നും ഉണ്ടാവില്ല അല്ലേ, പക്ഷെ ഇതൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ മാത്രമുള്ള ചങ്കൂറ്റമൊന്നും പൊതുവെ മലയാളി സ്ത്രീകൾക്കില്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് എത്രയോ പുരോഗമിച്ചിട്ടുണ്ട് കേരളം എന്ന് തോന്നിപ്പോവാണ്. ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ, ഇവർ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊക്കെ ഒരു ചോദ്യചിഹ്നമായി തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഇവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാനുള്ള ആ ഒരു തോന്നൽ തോന്നി എന്നുള്ളതാണ്. 15 വർഷം കൂടെ ജീവിച്ച ഒരാളെ 1 വർഷമാകുമ്പോഴേക്കും നമുക്ക് മറക്കാൻ സാധിക്കുമോ? അവരോടൊപ്പമുള്ള ജീവിതം, അവരോടൊപ്പമുള്ള ഓർമ്മകൾ, ഷാജിയുടെ 5 മക്കള്, ഇവരൊക്കെ മറന്നുകൊണ്ട് മറന്നിട്ടില്ല, കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയും സാധാരണ ഒരു മലയാളി സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇനി ഈ കുട്ടികളെ എങ്ങനെ വളർത്തും, കുട്ടികളുടെ ഭാവി എങ്ങനെയാണെന്നൊക്കെയാണ് പൊതുവെ സ്ത്രീകൾ ചിന്തിച്ചു വരിക. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഷാജിദ ചിന്തിക്കുന്നത്. അവരെക്കുറിച്ചും അവരുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചും ഇനിയൊരു കൂട്ട് വേണമെന്നതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അവർ ചിന്തിക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ശരിയുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഈ ആദ്യ ഭർത്താവിനെ മറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഇവർക്ക് ഈ പയ്യനുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ളത്. ആദ്യമൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ബന്ധം വളർന്ന് പിന്നെ ഇവർ പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്തോ പണമിടപാടുകളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഷാജിദയ്ക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത് സാമ്പത്തികമായി സഹായിച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അങ്ങനെ ഇവർ കൂടുതൽ എടുത്തു, അങ്ങനെ ഇപ്പോൾ വിവാഹത്തിലെത്തി, കലാശിച്ചു. എന്തായാലും നല്ലൊരു ജീവിതം തന്നെ ആവട്ടെ, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ 5 മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കാനാണ് ഷാജിദയോട് പറയാനുള്ളൊരു കാര്യം. അല്ലാതെ ഈ 5 മക്കളുള്ളതിൽ 2 പേര് യത്തീംഖാനയിലാണ് കേട്ടോ. 15 വയസ്സുള്ള ഒരു മകനും രണ്ടാമത്തെ മകനും ആണെന്ന് തോന്നുന്നു യത്തീംഖാനയിലുള്ളത്. ബാക്കി 3 മക്കളോടൊപ്പമാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ ഇവർ വിവാഹം കഴിച്ച് ഹണിമൂണൊക്കെ കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് പോലും ഈ കുട്ടികളെ ഒന്നും ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവരെ ഉമ്മേനെ അറിയിച്ചിട്ടില്ല, ഇവരുടെ സഹോദരന്മാരെ ഒന്നും അറിയിച്ചിട്ടില്ല കേട്ടോ. ഇവരെ ചങ്കൂറ്റം എന്ന് പറയുന്നത് അതാണ്. ഇവരും ഫ്രണ്ട്സുമായി പോയിട്ട് വിവാഹം കഴിച്ചു, കണ്ണൂരോ മറ്റോ പോയിട്ട് വിവാഹം കഴിച്ചു. അത് മുസ്ലിം ആചാരപ്രകാരം ഒന്നുമല്ല എന്നുള്ളതാണ് പല വീഡിയോകളിൽ നിന്നും പലരും പറഞ്ഞതിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും വിവാഹം കഴിഞ്ഞു, ഇവരുടെ കഴുത്തിലൊരു മഹറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആരോടും തന്നെ ഒരു ആത്മബന്ധം ഇല്ല. സ്വന്തം ഉമ്മയോടില്ല, സഹോദരങ്ങളോടില്ല,
മക്കളോട് പോലും ഇല്ല. കാരണം രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ഏതൊരു സ്ത്രീ ആയാലും സ്വന്തം മക്കളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വിവാഹം കഴിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇവരും ഇവരുടെ ഭർത്താവും ഫ്രണ്ട്സും മാത്രമുള്ളൂ ഇവരുടെ ഒരു വിവാഹത്തിന് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇവരുടെ ഒരു സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ സബ്സ്ക്രൈബേഴ്സിനെ വളരെയധികം മോശമായ രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഇവർക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. പല സബ്സ്ക്രൈബേഴ്സും ഇവരോടുള്ള സഹതാപം കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തതും സഹായം ചെയ്തതും ഒക്കെ. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത്, ഞാൻ എൻ്റെ ആദ്യ ഭർത്താവുള്ള സമയത്തൊക്കെ ഞാൻ നല്ല മോഡേൺ ആയിരുന്നു, ഞാൻ നല്ല മോഡലൊക്കെ ആയിട്ട് ജീവിച്ചതാണ്. ഭർത്താവ് മരിച്ച് കുറച്ച് മാസങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആരോടും മിണ്ടാതിരുന്നത്. വളരെ സാധാരണക്കാരിയായി മാക്സിയൊക്കെ ഇട്ടുള്ള വീഡിയോ ചെയ്തത്. പൊതുവെ യഥാർത്ഥത്തിലുള്ള ഷാജി എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നവരാണ്. ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുന്നൊരു ഷാജിദയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്കെതിരായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു ഷാജിയാണ് ഒറിജിനൽ ആയിട്ടുള്ളതെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം സബ്സ്ക്രൈബേഴ്സിന് ചിന്തിക്കാം, ഈ സ്വഭാവമുള്ള ഒരു ഷാജിയെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. പിന്നെ പല സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ ഭർത്താവിൻ്റെ മരണത്തിൽ ഒരു പുനരന്വേഷണം ആവശ്യമാണെന്നുള്ളത്. കാരണം ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഇവർക്ക് ആ പയ്യനുമായിട്ടുള്ളൊരു മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ നാത്തൂൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ എന്തോ അവിഹിതം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് മാനസികമായി മനം നൊന്തുകൊണ്ടാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇവരുടെ ആദ്യത്തെ വീഡിയോ മഴവിൽ കേരളത്തിന് കൊടുത്ത സമയത്ത് അതിൽ ഇവർ പറയുന്നുണ്ട്, ഭർത്താവ് ഒരുപാട് കടം കയറിയിട്ടൊക്കെയാണ് മരിച്ചതെന്നുള്ളത്. പക്ഷെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അയാളൊരു അധ്വാനിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അധ്വാനിയായിട്ടുള്ള ഒരു വ്യക്തി കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഉറപ്പുണ്ടാവും, എങ്ങനെയെങ്കിലും പണിയെടുത്ത് ഈ കടം വീട്ടാമെന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം മരിച്ചത് കടം കൊണ്ട് മാത്രമാണെന്ന് ഈ അവസരത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. പിന്നെ കടം മേടിച്ചത് അയാളുടെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, ഈ കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ മരണത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവരുടെ നാവിൽ നിന്ന് തന്നെ പലപ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാം ദൈവം തീരുമാനിക്കട്ടെ. ഒരുപക്ഷെ ഇവരിങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞ് ദൈവം തന്നെ ഇവരുടെ വായയെക്കൊണ്ട് പറയിപ്പിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. എന്തായാലും ആ മനുഷ്യന് സ്വർഗം ലഭിച്ച് നല്ലൊരു ആത്മശാന്തി കിട്ടിയിട്ട് ജീവിക്കട്ടെ. ഇവരും ഇവിടെ പുതിയ വിവാഹമൊക്കെ ആയിട്ട് സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. അപ്പോൾ ഒരിക്കലും ഒരു മലയാളി സ്ത്രീകൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീക്കുള്ളത്. അപ്പോൾ നമ്മളൊക്കെ കുറേയും കൂടിയൊക്കെ പുരോഗമനം ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവരുടെ ഈ ഒരു ഇൻ്റർവ്യൂന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം ഇവരുടെ ലൈഫ് എടുക്കേണ്ടവർക്ക് എടുക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.